ഹലോ. നമ്മൾ ബിസിനസ് ചെയ്യുന്നവരുടെ മൈൻഡ് ശരിക്കും ഡള്ളായി പോണ ഒരു ഇതാണ് സെയിൽ കുറഞ്ഞിരിക്കൽ. സെയിൽ തീരെ അങ്ങ് വരാതിരിക്കുക, അല്ലെങ്കിൽ ആ ഉള്ള സെയിലിൽ തന്നെ ഇങ്ങനെ സ്റ്റേ ചെയ്ത് പോവുക, കൂടാതിരിക്കുക. ഈ ഒരു ഇതിൽ നമ്മളുടെ മൈൻഡ് ശരിക്കും ഡൗൺ ആവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംരംഭകൻ വിളിച്ചേർന്നു മലപ്പുറത്തുനിന്ന്. പുള്ളിയുടെ ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിപ്സം സീലിങ്, അതുപോലെ തന്നെ ഗാർഡനിങ് വർക്ക്, പിന്നെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വർക്കുകൾ മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്. പുള്ളി പരസ്യമെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര സെയിൽ അങ്ങോട്ട് വന്നില്ല. പരസ്യം കൊടുത്താലും അതത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആവണില്ല. പലതൊക്കെ ചെയ്തു നോക്കുന്നുണ്ട്, സെയിൽ അങ്ങോട്ട് ഒരു തൃപ്തികരമായിട്ടുള്ളൊരു സെയിൽ പുള്ളിക്ക് കിട്ടണില്ല. ഇവിടെ എന്താണ് ശരിക്കും പ്രശ്നം? ഈ ഒരു കംപ്ലൈൻറ്റ് പറയുന്ന സംരംഭകരുടെ പ്രശ്നം ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. മാർക്കറ്റിംഗ് ചെയ്യുന്ന ടൈമിൽ ലാർജർ മാർക്കറ്റ് ഫോർമുല എന്ന് പറയും. അതായത് ഞാൻ സെയിലിൽ കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ചെറിയൊരു സൂചന കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ലാർജർ മാർക്കറ്റ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് മാർക്കറ്റ് നമ്മളെടുത്താലും ആ മാർക്കറ്റിലെ ഒരു 3% പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ് പരസ്യം കാണുമ്പോൾ തന്നെ വാങ്ങാൻ തയ്യാറായിട്ട് ഇരിക്കുന്നത്. അതായത് അവർ മാർക്കറ്റ് റെഡിയാണ്, ജസ്റ്റ് പരസ്യം കാണേണ്ട ചെറിയൊരു സ്പാർക്ക് കിട്ടേണ്ട താമസം അവർ ചാടി വീഴും. ആരുടെ സ്പാർക്കാണോ കൃത്യമായിട്ട് അവരിൽ കൊള്ളണത് അവർക്ക് സെയിൽ കിട്ടും. ഇങ്ങനെ ഒരു 3% മാത്രമേ ഉള്ളൂ. അതിൻ്റെ താഴെ വന്ന ഒരു 17% ഉണ്ട്. അവർ പരസ്യം കാണുമ്പോൾ തന്നെ അവർ വാങ്ങില്ല. അവർ പരസ്യമൊക്കെ കാണുന്നുണ്ടാകാം, പലരുടെയും പരസ്യം കാണുന്നുണ്ട്, അങ്ങനെ വാങ്ങാൻ റെഡി ആയിട്ടില്ല. അവരിങ്ങനെ ഇൻഫർമേഷൻസ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവരെ തന്നെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വാങ്ങണോ, അത് വാങ്ങണോ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് അവരെ തന്നെ ഒന്ന് ഇൻഫർമേഷൻ ഗ്യാതറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ, ആ 17%. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു 20% ഉണ്ട്. ഇവർക്ക് പ്രോബ്ലം എന്താണെന്ന് അറിയാം, അങ്ങനെ ആക്റ്റീവായിട്ട് അങ്ങനെ ഇൻഫർമേഷനൊന്നും ഗ്യാതർ ചെയ്യണില്ല, ഇൻഫർമേഷൻ എടുക്കണില്ല, ഇവിടെ നിന്നും പഠിക്കണോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവർക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാം, അവർക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ആവശ്യമുണ്ട്, പക്ഷെ അത്ര അങ്ങോട്ട് ആക്റ്റീവ് അല്ല അവർ. ഈ 17, അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള 20%, പിന്നെ അതിൻ്റെ താഴെ വരുന്നതാണ് ഏറ്റവും ലാർജർ ഷെയർ ആയിട്ട്, മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഷെയർ 60%. അവർക്കൊരു പക്ഷേ ഈ പ്രൊഡക്റ്റോ സർവീസോ ആവശ്യമില്ലായിരിക്കും, അവർ ആക്റ്റീവ്ലി സെർച്ചും ചെയ്യണില്ല. അതാണ് ഒരു വലിയ വിഭാഗം. ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3% വേണ്ടിയിട്ടാണ് നമ്മളും നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സും എല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3%ൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഫേസിൽ, ഈ പിരമിഡിൻ്റെ ആ 3% ഫേസിൽ ആ പരസ്യം കണ്ട് അപ്പോൾ തന്നെ വാങ്ങുന്ന കസ്റ്റമറുടെ എണ്ണം കുറവാണ്. ഒന്നുകൂടി പറയും, എണ്ണം കുറവാണ്. അപ്പോൾ എന്താ പ്രശ്നം? കൂടുതൽ കോമ്പറ്റീഷൻ വരാൻ നേരത്ത്, എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെ മെച്ചപ്പെട്ട ഓർഡറുകൾ ചെറിയ ചെറിയ സംരംഭകർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി 17-നെ 20-നെ നമ്മളുടെ കസ്റ്റമറാക്കി മാറ്റാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടുത്തെ ഈ ഒരു പൊട്ടൻഷ്യൽ വിഭാഗത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 37%, 17%, 20, 37% ഉണ്ടല്ലോ, ഇവർ മൊത്തത്തിലൊരു അവ്യക്തതയിൽ നിൽക്കുന്ന കസ്റ്റമേഴ്സാണ്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സാണ്. ഈ ആളുകൾക്ക് അവരൊരു അൺസർട്ടനിറ്റിയിൽ നിൽക്കാൻ നേരത്ത്, അതായത് മൊത്തത്തിലൊരു പുകമറയാണ് അങ്ങനെ അങ്ങോട്ട് അതവർക്ക് വേണം, ആ പ്രൊഡക്റ്റും സർവീസും അവർക്ക് വേണം, പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് ചാടി വീഴാൻ തയ്യാറല്ല അവർ. ഇങ്ങനെ ഒരു സ്റ്റേജിൽ ആളുകൾ കാശ് സ്പെൻഡ് ചെയ്യൂല. ഈ ഒരു പോയിന്റിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ മണി സ്പെൻഡ് ചെയ്യില്ല. അവരുടെ അടുത്ത് കാശുണ്ട്, അത് പേഴ്സിൽ തന്നെ ഇങ്ങനെ വെച്ചൊക്കെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഈ ഒരു ഫേസിൽ അങ്ങനെ നിങ്ങളുടെ പരസ്യം കാണുമ്പോഴത്തേക്കും അവർ ചാടി അങ്ങ് വീണു, എന്നാ കാശ്, പ്രൊഡക്റ്റാണോ സർവീസാണോ എന്താണോ എന്ന് തന്നേക്ക്. അത് 3% ഉള്ളൂ. ഇവിടെ ഈ 37%ലാണ് റിയൽ പ്രോഫിറ്റ് കിടക്കുന്നത്, 3-ലല്ല. താഴെയുള്ള 17, 17, 20 കൂട്ടിയുള്ള ഒരു 37% ഉണ്ടല്ലോ, ഇവിടെയാണ് റിയൽ പ്രോഫിറ്റ് ഇരിക്കുന്നത്. ഈ 37%-നെ നിങ്ങളുമായിട്ട് മത്സരിക്കുന്ന നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് പലപ്പോഴും ഇഗ്നോർ ചെയ്ത് കളയലാണ് പതിവ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഇഗ്നോർ ചെയ്ത് കളയലാണ് പതിവ്. അവർക്ക് ആ പെട്ടെന്ന് കിട്ടുന്ന ആ 3%-ന് വേണ്ടിയാണ് എല്ലാവരും ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ വാങ്ങുമെന്ന് പറഞ്ഞിങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും അലറുന്നു, നിങ്ങളുടെ പരസ്യം കൊടുത്ത് നിങ്ങളും അലറുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ 3% ഉള്ളൂല്ലോ, അവർ വാങ്ങൂല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പരസ്യം വർക്കൗട്ട് ആവണമെങ്കിൽ 17%-നെ ആദ്യം പിടിക്കണം. ഇൻഫർമേഷൻ ആക്റ്റീവ്ലി ഇൻഫർമേഷൻ അവരിപ്പോൾ തന്നെ ചാടും, അടുത്ത ആഴ്ചയോ അതല്ലെങ്കിൽ ഈ മാസം അവസാനമൊക്കെ ആയിട്ട് അവർ വാങ്ങും.
ഒരു വർഷങ്ങളൊന്നും എടുക്കില്ല. അടുത്ത് തന്നെ അവർ ആരുടെയോ കസ്റ്റമർ ആവാൻ പോകുന്ന ആളുകളാണ് അവർ. ഇപ്പോൾ ആകില്ല, പക്ഷേ വരുന്ന ആഴ്ചയിലോ മാസത്തിലോ ആരുടെയോ കസ്റ്റമർ ആവും. അങ്ങനെ അവർ ആരുടെയെങ്കിലും കസ്റ്റമർ ആകുകയാണെങ്കിൽ അത് നമ്മുടെ കസ്റ്റമറായിട്ട് മാറണം. ഇതാണ് നമ്മളുടെ ലക്ഷ്യം, പരസ്യം കൊടുക്കുന്നതിലൂടെയുള്ള നമ്മളുടെ ലക്ഷ്യം. ഈ 3% ടാർഗറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പരസ്യം കൊടുക്കരുത്. അവരെ ടാർഗറ്റ് ചെയ്തിട്ട് പരസ്യം കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞു തന്നത്. ഞാൻ വിശദീകരിക്കാം, കംപ്ലീറ്റ് ഈ വീഡിയോയിൽ വിശദീകരിക്കാം. ഈ വീഡിയോ തീരുന്നതോടുകൂടി നിങ്ങളുടെ സെയിൽ നിലവിലുള്ളതിനേക്കാളും എന്തായാലും കൂടിയിരിക്കും. അപ്പോൾ 3% മാക്സിമം ആളുകളും ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ്. ഈ 37% ടാർഗറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3% ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ 17ൻ്റെ കേസിലും 20ൻ്റെ കേസിലും വർക്കൗട്ട് ആകില്ല. കാരണം അവർ ചാടി വാങ്ങാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളല്ല. അപ്പോൾ നമ്മൾ സാധാരണ പരസ്യം, ഇപ്പോൾ ഈ ജിപ്സം സീലിങ്ങിൻ്റെ ഈ ഒരു സംരംഭക സുഹൃത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ പരസ്യങ്ങൾ കൊടുക്കും, പക്ഷേ വേണ്ടത്ര സെയിലില്ല. ഈ 3നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. സീലിംഗ് വർക്കുകൾക്കും ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വർക്കുകൾക്കുമായിട്ട് ഞങ്ങളെ ബന്ധപ്പെടുക, ഇതായിരിക്കും മേ ബി അവരുടെ പരസ്യം അങ്ങനെ ആയിരുന്നിരിക്കുക. അല്ലെങ്കിൽ അധിക പേരും പരസ്യം കൊടുക്കുന്നത് അങ്ങനെയാണ്. ഇന്ന ആവശ്യങ്ങൾക്കൊക്കെ ഇന്ന സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കുക. കുറേ പേരൊക്കെ ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്യും. ചിലപ്പോൾ 1-2 സെയിലൊക്കെ കിട്ടിയെന്ന് പറയാം. അധിക സമയവും കിട്ടാറില്ല. ഈ ഒരു രീതിയിലാണ് അധിക സമയവും പരസ്യം പോകുന്നത്. ഈ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് വാങ്ങിക്കൂ ഇത്ര രൂപ എന്ന് പറയാൻ നേരത്ത് ഈ 17%-നും 20%-നും ഇൻട്രസ്റ്റഡ് അല്ല അത്തരത്തിലുള്ള പരസ്യങ്ങൾ. കാരണം ഞാൻ വാങ്ങാൻ റെഡിയല്ല. അപ്പോൾ പിന്നെ അവരെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ, വെറുതെ അവരെ വിളിക്കാമെന്നുള്ളൂ. വെറുതെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സോഴ്സുകളിൽ നിന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 17%-ൽപ്പെട്ട ആളാണ് ഞാൻ, 20%-ൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഡയറക്റ്റ് എൻ്റെ ഫ്രണ്ടിലേക്ക് വാങ്ങുമെന്ന് പറഞ്ഞാൽ അലറാൻ നേരത്ത് ഞാനത് ഇഗ്നോർ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകലാണ് സാധാരണ പതിവ്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഈ 17%-നെയാണ് ആദ്യം അട്രാക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ അവർ ഇൻഫർമേഷൻ ഗ്യാതറിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പരസ്യം അവർക്ക് അട്രാക്റ്റഡ് ആവുന്ന രീതിയിലായിരിക്കണം. അതായത് ഈ 17-നെയും 20-നെയും നമ്മളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ പരസ്യം വിൽക്കാൻ വേണ്ടിയാകരുത്, നമ്മളിൽ ഒരു താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മളുടെ പരസ്യം. ഒന്നുകൂടി പറയാം, എന്തെങ്കിലും മറ്റുള്ളവരൊക്കെ വിൽക്കാൻ വേണ്ടിയാണ് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ആ പ്രൊഡക്റ്റോ സർവീസോ വിൽക്കാൻ വേണ്ടിയല്ല നമ്മളുടെ പരസ്യം, മറിച്ച് നമ്മളെന്ന വ്യക്തി, സ്ഥാപനം, പ്രൊഡക്റ്റ്, സർവീസ് അതിലൊരു താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരസ്യം കൊടുക്കുന്നത്. കാരണം അവരിപ്പോൾ വാങ്ങാനുള്ളൊരു സ്റ്റേജിലല്ല, ആ ഒരു ഫേസിലല്ല. ഈ ഒരു പിരമിഡിൻ്റെ 17%-ൽ നിൽക്കുന്നവരാണ്. അവർ ആ 3ലേക്ക് എത്തുമ്പോഴാണ് അവർ മാർക്കറ്റ് റെഡി ആവുള്ളൂ, കാശ് തന്ന് വാങ്ങാൻ റെഡി ആവുള്ളൂ. അവർ ആ മാർക്കറ്റ് റെഡി ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അലറിയിട്ട് കാര്യമില്ല, അവർ വാങ്ങിക്കില്ല. അപ്പോൾ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. സാധാരണ ഓർഡിനറി പരസ്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ പറയുക, മിതമായ നിരക്കിൽ ഗുണമേന്മയേറിയ 25 വർഷത്തെ പാരമ്പര്യത്തോടു കൂടി ഇന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനം, ഞങ്ങളുടെ സേവനങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും പരസ്യം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു പരസ്യത്തിന് സെയിൽ വന്നാലാണ് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടത്. കാരണം ഇങ്ങനെ അവർ ഇഗ്നോർ ചെയ്ത് കളയും. അവർക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ നിങ്ങളെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രോബ്ലത്തെ പറ്റിയിട്ടല്ല ഇവിടുത്തെ സംസാരം. ഇവിടെ ശരിക്കും ഇപ്പോൾ ഈ സുഹൃത്തിൻ്റെ കേസിൽ പരസ്യം കൊടുക്കുകയാണെങ്കിൽ ഈ 17-നെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പരസ്യം കൊടുക്കാം. ഇവിടെ അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ, നമ്മൾ ഒന്നും വെക്കണില്ല. ഡയറക്റ്റ് അവരുടെ അടുത്തേക്ക് പരസ്യം കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് പുതുക്കി പണിയാൻ പോവുകയാണോ, അല്ലെങ്കിൽ പുതുതായി വീട് വെക്കാൻ പോവുകയാണോ, ഇന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വരും. ഇതിലവർ ഇൻട്രസ്റ്റഡ് ആണ്. കാരണം എന്തൊക്കെയോ ഇൻഫർമേഷൻ, എനിക്കിപ്പോൾ അറിവില്ല. വീട് വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ചെയ്യണ കാര്യമില്ല, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്യണ കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പരസ്യം ചെല്ലേണ്ടത് ഈ ഒരു വിഭാഗത്തെ അട്രാക്റ്റ് ചെയ്യാൻ ചെല്ലേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം വീട് വെക്കുന്നതിന് മുമ്പ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. ഇതായിരിക്കും പരസ്യവാചകം. ഇത് ഹെഡ്ലൈൻ ഇതാണ്. അവരെ നമ്മൾ ഗ്രാബ് ചെയ്യണം, അവരെ പിടിച്ചങ്ങോട്ട് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആക്കുകയാണ്. നമ്മളൊന്നും അവിടെ വിൽക്കണില്ല, ജസ്റ്റ് ഇത് മാത്രം പറയുന്നു. എന്നിട്ട് അവർക്ക് ഫ്രീ ആയിട്ട്
ആ ഒരു കണ്ടൻറ്റ് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് എന്ത് സർവീസാണോ ഉള്ളത് അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുക. ഇപ്പോൾ ഈ സുഹൃത്തിൻ്റെ കേസിലാണെങ്കിൽ ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളൊരു PDF കൊടുക്കുക, അവർക്ക് ഫ്രീ ആയിട്ടുള്ളൊരു വീഡിയോ കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടം ഓൾറെഡി ഈ മേഖലയിൽ ആരെങ്കിലുമൊക്കെ വരുത്തുന്നുണ്ടാവും. പല പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ വീഡിയോ വെക്കാൻ നേരത്ത്. ഏത് ടൈൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സീലിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, തുടക്കത്തിലേ തന്നെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ വരാം. ഈ 17% ആ ഒരു ഇൻഫർമേഷന് വേണ്ടി പരതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോഴാണ് നിങ്ങളുടെ പരസ്യം ഞങ്ങളത് തരാമെന്ന് പറഞ്ഞ് ഇവരുടെ മുമ്പിലേക്ക് ചെല്ലണത്. അതായത് ടാർഗറ്റഡ് ഓഡിയൻസിനെയും ആ ബിസിനസ്സിനെയും തമ്മിൽ അത് കണക്റ്റഡ് ആക്കിയാണ് ഈ പരസ്യം. വാങ്ങൂ എന്നുള്ള പരസ്യം ഇങ്ങനത്തെ ഒരു കണക്ഷൻ കൊണ്ടുവരില്ല. ആ അലറണുണ്ടല്ലോ, ഒരു 3% വേണ്ടി കുറേ പേര് കിടന്ന അലറണുണ്ടല്ലോ, അത് ഈ കേസിൽ വർക്കൗട്ട് ആവില്ല. കാരണം 17% വാങ്ങാൻ റെഡി ആയിട്ടില്ല, അവർ മാർക്കറ്റ് റെഡി ആയിട്ടില്ല. അവരെ നമ്മൾ പതിയെ ആ പിരമിഡിൻ്റെ ഓരോ സ്റ്റേജുകളിൽ നിന്നും പൊക്കി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ 3% അവരെത്താൻ നേരത്ത് നമ്മളുടെ അടുത്തു നിന്ന് അവർ വാങ്ങിക്കും. ഈ ഇൻഫർമേഷൻ നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. കോൺടാക്ട് ഡീറ്റെയിൽസാണ് അധിക സമയവും നമ്മളതിന് പകരമായിട്ട് ചോദിക്കുന്നത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുന്നു, അവരുടെ വാട്സപ്പ് നമ്പറോ, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചെറിയൊരു ഫ്രീ കൺസൾട്ടേഷൻ ഞങ്ങൾ തരും, അല്ലെങ്കിൽ ഫ്രീ PDF, ഫ്രീ കണ്ടൻറ്റ്, വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓഫറിങ് ₹1 പോലും ചോദിക്കാതെ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പം അവരുടെ അടുത്ത് നമ്മളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷനുണ്ട്, നമ്മളുടെ അടുത്ത് അവരുടെ കോൺടാക്റ്റ് ഇൻഫർമേഷനുണ്ട്. അതായത് ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഇനിയാണ് നമ്മൾ അവരെ നർച്ചർ ചെയ്യണത്, പാകപ്പെടുത്തിയെടുക്കുക. ഈ 3% എന്ന ആ ഫേസിലേക്ക് വരാൻ വേണ്ടി ഇവരെ പാകപ്പെടുത്തിയെടുക്കുകയാണ്. അവർക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു സൈറ്റിൽ പോവുകയാണ്, ഇപ്പോൾ ഈ ഉദാഹരണം തന്നെ വെച്ച് ഞാൻ പറയാം. നിങ്ങൾ ജിപ്സത്തിൻ്റെ ഒരു സൈറ്റിൽ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ജിപ്സം വർക്ക് പാതി ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും, ബാക്കി പാതി നിങ്ങളായിരിക്കും ഏറ്റെടുക്കുക. എന്തെങ്കിലും പ്രശ്നം വന്നുകൊണ്ട് മാറ്റിയിട്ടുണ്ടാവും. അതൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോയിലൂടെ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇതുപോലെ ചെയ്തില്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ വരുമെന്നുള്ളത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിന് സംഭവിച്ചത് ഇതാണ്. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്, ഇവിടെ നമ്മൾ കാശൊന്നും ചോദിച്ചിട്ടില്ല അവരോട്. ഇങ്ങനെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് എന്നാണോ അവർ മാർക്കറ്റ് റെഡി ആവുന്നത്, അപ്പോൾ അവർക്ക് ആരുടെയെങ്കിലും അടുത്ത് നിന്ന് ഈ സാധനം വാങ്ങണമല്ലോ, ഈ പ്രൊഡക്റ്റോ സർവീസോ, ആദ്യം അവരുടെ മൈൻഡിൽ വരാൻ നിങ്ങളായിരിക്കും. ഇതാണ് ഈ ഒരു ലാർജർ മാർക്കറ്റ് ഫോർമുല പഠിച്ചാലുള്ള ഗുണം. 3% വേണ്ടി കിടന്ന് അലറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ അലറാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വിലയും അതല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ്, ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ആയിരിക്കും അധിക സമയം ഇത് കിട്ടുക. നിങ്ങൾക്കും കുറച്ച് കിട്ടും, സെയിൽ കുറച്ച് കിട്ടും. പക്ഷേ വിചാരിച്ച അത്ര രീതിയിൽ നമുക്ക് കിട്ടില്ല. നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നാലാണ് ആ സെയിൽ അങ്ങോട്ട് കൂടിയാൽ മാത്രമാണ് ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു നേർരേഖയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മൾ ആ 17-നെയും 20-നെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കേണ്ടത്. ഇതുപോലെ നമ്മൾ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്യണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഇന്നല്ലെങ്കിൽ നാളെ കസ്റ്റമർ ആകാൻ പോകുന്ന ഒരാളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ നമ്മളുടെ അടുത്തും നമ്മളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ അവരുടെ അടുത്തും കിട്ടുകയാണ്. അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് നമുക്ക് അവരെയോ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമതൊരു കാര്യം ഇവിടെ സംഭവിച്ചേക്കുന്നത്, നമ്മളെ തന്നെ പൊസിഷൻ ചെയ്തേക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ മൈൻഡിൽ നമ്മൾ ഈ വിഷയത്തിൽ ഒരു എക്സ്പേർട്ടാണ്. ഈ ഹോം ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ, എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ, ജിപ്സം സീലിങ്ങിൻ്റെ കാര്യത്തിൽ, ഈ ഒരു സംരംഭകൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു എക്സ്പേർട്ടാണ്. ചിലപ്പോൾ ഈ 17%-ലെയും 20%-ലെയും ആ വിഭാഗത്തിൽ നിൽക്കുന്ന, ആ ഫേസിൽ, ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അവർ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് ഈ വീട് വെക്കുന്നതിന് മുമ്പേ തന്നെ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, എന്തൊക്കെ ശ്രദ്ധിക്കണം. യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ വീഡിയോസ് ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് അത് ഇൻഫർമേഷൻ കിട്ടാൻ നേരത്ത് കുറച്ചുകൂടി വാല്യുബിൾ ആയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് നിങ്ങളുടെ പരസ്യം അവരുടെ അടുത്ത് എത്തണം. വാങ്ങുമെന്ന് പറഞ്ഞിട്ടല്ല, മിതമായ നിരക്കിൽ 25 പാരമ്പര്യം അങ്ങനെയല്ല. അതല്ല, നമ്മളുടെ പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ടല്ല, അവരുടെ പ്രോബ്ലം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. ഇൻ റിട്ടേൺ തിരിച്ച് നമ്മൾ അവരുടെ അടുത്തുനിന്ന് കാശൊന്നും പ്രതീക്ഷിക്കണില്ല. ഇത്തരത്തിലുള്ള വാല്യൂ ബേസ്ഡ് മാർക്കറ്റിങ്ങിന് വലിയ സാധ്യതയാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാല്യൂ ബേസ്ഡ് മാർക്കറ്റിങ്ങിൻ്റെ മെറ്റീരിയൽസ് ചെല്ലണത് ഇന്ന് തന്നെ വാങ്ങുന്ന 3%-ലേക്കല്ല, വലിയ പൂളിലേക്കാണ് ചെല്ലണത്. വലിയ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സുള്ള 17-ൻ്റെയും 20-ൻ്റെയും സ്റ്റേജിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. എന്നിട്ട് ഇവരെ നമ്മൾ പതിയെ പൊക്കിയെടുത്തിട്ടാണ് ആ ഒരു 3%-ലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഇപ്പം തന്നെ പരസ്യം കാണുമ്പോൾ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവർക്കിത് വാങ്ങിയേ തീരൂ, ഇന്നല്ലെങ്കിൽ നാളെ അവരത് വാങ്ങും. പക്ഷേ അവർക്ക് വേണ്ടത്ര ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം കിട്ടിയതിന് ശേഷമാണ് അവർ വാങ്ങുള്ളൂ. ഈ രീതിയിൽ നിങ്ങളുടെ മാർക്കറ്റിങ്ങിനെ മാറ്റണം. ഈ രീതിയിലേക്ക് നിങ്ങളുടെ പരസ്യത്തിനെ മാറ്റണം. മറ്റുള്ള 90% സംരംഭകരും അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം വാങ്ങൂ എന്ന് പറഞ്ഞ് കിടന്ന് അലറണ സമയത്ത് നിങ്ങളൊരു സൈഡിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ പരസ്യം ചെയ്യണത്. അവിടെ അവർക്ക് കാശ് മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു, അവർ എഡ്യൂക്കേറ്റഡ് ആകുന്നു, നിങ്ങൾക്ക് അവരുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നു. ഇതെല്ലാം കിട്ടാൻ നേരത്ത് ഒരു വലിയ ലാർജ് നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാ ബേസ് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. നമ്മളവരെ കണ്ടിന്യൂസ്ലി നർച്ചർ ചെയ്യുന്നു, വീണ്ടും അവർക്ക് വാല്യൂസ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്നാണോ ഒരു മാർക്കറ്റ് റെഡി ആവുന്നത്, അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളുടെ പെയ്ഡായിട്ടുള്ള ഇത്തരത്തിലുള്ള സർവീസുകളുടെയും പ്രൊഡക്റ്റുകളുടെയും ഇതും അവരിലേക്ക് ചെല്ലും. അവർ മാർക്കറ്റ് റെഡി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ വാങ്ങിക്കും, ഇല്ലെങ്കിൽ അവർ വെയിറ്റ് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് രീതികൾ നമ്മൾ അപ്രോച്ച് ചെയ്യണം. 3%-നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പരസ്യം കൊടുത്തോ, അതൊരു സൈഡിൽ വെച്ചോ, തീരെ ഓർഡർ ഇല്ലാതെ ആക്കണ്ട. 3%-നെ ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി നടത്തണം. ഏതായാലും നിലവിലിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ വർക്കൗട്ടൊന്നും ആവണില്ല. അപ്പോൾ പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മാർഗ്ഗങ്ങൾ പരീക്ഷിച്ച്, പുതിയ രീതികൾ പരീക്ഷിച്ച് അത് വർക്കൗട്ട് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യൽ മാത്രമാണ് ഓപ്ഷനുള്ളൂ. കാരണം ഓൾറെഡി നിങ്ങൾ ചെയ്യണത് വലിയ രീതിയിൽ നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ ഇതാണ് ഇവിടെ ഉള്ളൊരു ഓപ്ഷൻ. ഇത്തരത്തിലുള്ള ഈ 3%-ൻ്റെ പുറകെ മാത്രം കിടന്നോടാതെ മറ്റുള്ളവരെയും കൺസിഡർ ചെയ്തിട്ട് നമ്മളുടെ മാർക്കറ്റിംഗ് മുന്നോട്ട് പോകണം. അവരെ നമ്മൾ വാട്സപ്പിലേക്ക് കൊണ്ടുവരുന്നു, അവിടെ വെച്ചിട്ട് നമ്മൾ വീണ്ടും വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നു, വീണ്ടും ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു പോയിൻ്റിൽ ഒരു സ്റ്റേജിൽ അവർ നിങ്ങളുടെ കസ്റ്റമറായിട്ട് മാറുന്നു. ഇത് നിങ്ങൾ മാക്സിമം ഒന്ന് സെയിലില്ലാതെ ഡള്ളായിട്ടിരിക്കുന്ന ഒരു ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ ഈ ഒരു രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിൽ നമുക്ക് പല രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ പരസ്യവാചകങ്ങൾ നമുക്ക് മാറ്റി നോക്കാം. 5 കാര്യങ്ങൾ വീട് വെക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. അതിൽ 3-ാമത്തെ കാര്യം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വരും. അങ്ങനെ എന്തെങ്കിലും അത് അറിഞ്ഞേ പറ്റൂ. ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്നത്. എന്തെങ്കിലും മണി സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കസ്റ്റമർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 5 കാര്യങ്ങൾ. അതിൽ 3-ാമത്തെ കാര്യം അറിഞ്ഞില്ലെങ്കിൽ എപ്പോഴും അറ്റൻഷൻ ഗ്രാബിംഗ് ആയിരിക്കണം. നമ്മളുടെ പരസ്യവാചകങ്ങളെല്ലാം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന സ്ഥലത്ത് ഗുണമേന്മയേറിയ, ഇന്ന സ്ഥലത്ത് 25 വർഷത്തെ പാരമ്പര്യത്തോടു കൂടിയുള്ള ആ ഒരു കഥയല്ല ആളുകൾക്ക് വേണ്ടത്. അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന എന്തെങ്കിലും വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഓൾറെഡി ചെയ്യണത് അതേപോലെ തന്നെ ചെയ്തു, അതങ്ങനെ തന്നെ നിലനിർത്തിക്കോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ വന്നോട്ടെ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.